بسم الله الرحمن الرحيم الحمد لله رب العالمين മജീദുൽ നമ്മൾ പറഞ്ഞു അജാബ യുജീബു ഇജാബത്ത് ഇജാബത്തിന്റെ അസൂൽ ഇജാബ പറഞ്ഞു വസ്തഖാമ. ഇവിടെ മുസന്നിഫ് റഹ്മഹുല്ലാഹ് അജാബ പറഞ്ഞാൽ ഇസ്തജാബ പറയേണ്ടിയുള്ളതാണ്. പക്ഷെ ഇസ്തജാബ പറയാതെ ഇസ്തഖാമ പറഞ്ഞു. ഇസ്തഖാമ പറയാനുള്ള കാരണം എന്താ? ഈ ഇസ്തഖാമായ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കാമ എന്ന് പറയണം, അവിടുന്ന് അജാബ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇസ്തജാബ എന്ന് പറയണം. ഇനി അടുത്ത ഉദാഹരണം പറയുന്ന ഇഖ്താറയാണ്. മനസ്സിലായോ? പിന്നെ അടുത്ത ഉദാഹരണം പറയുന്നത് ഏതാ? അല്ല, ഇസ്തഖാമയും കഴിഞ്ഞിട്ട് ഇൻകാദയാണ്. ഇസ്തഖാമ, ഇൻകാദ, ഇഖ്താറ, അജാബ. അജാബ, ഇസ്തഖാമ, ഇൻകാദ, ഇഖ്താറ. ഈ 4 പദമാണ് ഇവിടെ പറഞ്ഞത്. ഈ 4 പദത്തിന്റെ ഈ 4 പദങ്ങളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കണം. അജാബയിൽ ഇസ്തഖാമ എടുക്കാൻ പറ്റും, ഇൻജാബ എടുക്കാൻ പറ്റും, പിന്നെയോ ഇജിത്താബ എടുക്കാൻ പറ്റും. ഇജിത്താബ, അജാബ, ഇജിത്താബ, ഇജിത്തയബ. മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലായില്ല. എന്താ ചെയ്യാം? അഫല വസനാകുന്നല്ലോ അജാബ. അജാബ അസുൽ അജൂബയാണ്. അടുത്ത വസന ഏതാ? ഇസ്തഫല വസനാണ്. ഇസ്തഫലയിൽ കൊണ്ടുവന്ന പദം ഏതാ? ഇസ്തജാബ അല്ല, പിന്നെ ഏതാ? ഇസ്തഖാമയാണ്. അപ്പൊ ഇസ്തഖാമ കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലായി. ഈ ഇസ്തഖാമയിൽ ഏതെടുക്കാം? നമുക്ക് അജാബ വസന എടുക്കാം. അപ്പൊ എന്തായി? അക്കാമയായി. അപ്പൊ അതിന് മുതലേ കാമയായി. മനസ്സിലായോ? അതേ പ്രകാരം തന്നെ അജാബയിൽ ഇസ്തജാബ എടുക്കുന്നത് പോലെ തന്നെ ആ അജാബയിൽ തന്നെ എന്തും എടുക്കാം? ഇൻകാദ എടുക്കാം. ഇൻകാദ എടുക്കുമ്പോൾ ഇൻജാബയാവും. ഈ ഇൻകാദയിൽ എന്തെടുക്കാം? ഈ ഇൻകാദയിൽ എന്തെടുക്കാം നമുക്ക്? ഇൻകാദ, ഇൻകാദ, ഇൻഖിയാദൻ, കാദയാണ്. അപ്പൊ കാദയാകുമ്പോ എന്തായി? അക്കാദ എടുക്കാം. മനസ്സിലായോ? ഇൻകാദയുടെ അഫല വസന എന്ത് വരും? എന്ത് വരും? അഖിയത വരും. അപ്പൊ അക്കാദ എടുക്കാൻ പറ്റും. അതേ പ്രകാരം തന്നെ ഇഖ്താറ, ഇഖ്താറയുടെ അഫല വസന എന്ത് വരും? അഖാറ വരും. അപ്പൊ അഖിയറയാകും. അങ്ങനെയാണ് മുസന്നിഫ് റഹ്മഹുല്ലാഹ് പല ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിട്ട് ആ ഓരോ ഉദാഹരണങ്ങളും അജാബയിൽ ഇസ്തജാബ എടുക്കാം, ആ അജാബയിൽ ഇൻജാബ എടുക്കാം, ആ അജാബയിൽ എന്തെടുക്കാം? ഇജിത്താബ എടുക്കാം. മനസ്സിലായോ? ഇസ്തഖാമ എന്നതിൽ എന്ത് ചെയ്യാം? ഇസ്തഖാമയിൽ ഇസ്തജാബ എടുക്കാം, ഇസ്തങ്കാദ എടുക്കാം, അതേ പ്രകാരം തന്നെ ഇസ്തഖാറ എടുക്കാം. ഇസ്തഖാറ, ഇസ്തഖാറ അസലു ഇസ്തഖിയറ. മനസ്സിലായോ? ഇഖ്താറയിൽ എന്തെടുക്കാം? അഖാറ എടുക്കാം, ഇസ്തഖാറ എടുക്കാം, ഇൻഖാറ എടുക്കാം. ഇൻഖാറ, 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 എൻഖാറു. അപ്പൊ അങ്ങനെ ഒരു സർഫാക്കി നമ്മൾ എടുക്കണം. എന്നാലേ ഒരു സഞ്ചാനോദലാവും. അല്ലെങ്കിൽ പിന്നെ സഞ്ചാനം ഓടലാവും. ഓടലല്ല, പിന്നെ ഓടലാവും. ഇസ്തഖാമ അസ്ലുഹു ഇസ്തഖ്വമയാണ്. പാവമത്തായിരിക്കും അവന്റെ മാക്കബിൽ എന്താണ്? സഹീസാക്കിനാൽ വാവനെ മറിച്ചിയാക്കി അല്ല, വാവിന്റെ അർക്കത്തിൽ നക്കൽ ചെയ്ത് മാക്കബിലായ കാഫിനോടുത്തു. മനസ്സിലായോ? എന്നിട്ട് വാവന് മുത്തായിരിക്കും അവന്റെ മാക്കബിനും വാവനെ മറിച്ചൊരുമാക്കി വാവന്റെ മാക്കബൽ ഇപ്പോഴും അതിനെ വാവനെ മറിച്ച് എന്ത് ചെയ്തു അലിഫാക്കി. അപ്പൊ ഇൻകാദ എന്ന് അല്ല, ഇതന്നെ ഇസ്തഖാമ എന്നായി. അതേ പ്രകാരം തന്നെ ഇൻകാദ അസ്ലു ഇൻകവദ ഇൻകയതയാണ്. ഇൻഖിയാദൻ ഇൻഫാലോസിന് ഇൻകവദ, ഇൻകവദ എങ്കവിതു. അപ്പൊ ഇൻകാദ അതും കാതയാണ്. കാത കവതയാണ്, വാവിയാണ് പേര്. മനസ്സിലായോ? വാവിയാണ് പേര്, യായി അല്ല. കവദ, കവദ, ഇൻകാദ, ഇൻകവദ. തിരിഞ്ഞോ? ഇൻകാദ, ഇൻഖിയാദൻ അസ്ലു ഇൻഖിവാദൻ. അവിടെ എങ്ങനെ അസ്ലു പറയാ? ഇൻഖിവാദൻ.
ഒരിപത്ത് അറക്കത്തിൽ മാവി തുമ്മക്കൊരുപത്തിൽ മാവിയാൻ എന്ന് പറഞ്ഞ് വേഗം പോയി ഇവിടെ. പാമുത്താരിക്കും അവന്റെ മാക്കവര് മക്കസൂറായനെ അവൻ മറിച്ചാക്കി. അപ്പൊ ഇങ്കിയാദൻ എന്നായി. മനസ്സിലായില്ലേ? കാമയക്കൂമു ഖിയാമൻ ഖിയാമൻ അസുലു ഖിവാമൻ കാമയക്കൂമു ഖിയാമൻ അസുലു ഖിവാമൻ. ഖിയാം എന്താ മസുലേന ഖിയാം ഖൂമു ഖിയാമൻ എന്നാണ് മസ്തറായിട്ട്. പിന്നെ മദ്രസ മാലിമെന്ന് പറയുമ്പോൾ ഖിയാം അതൊക്കെ എല്ലാം സുക്കുന് ഉപരിയാണല്ലോ. ഖിയാം അമാം ഖൂമു ഖിയാമൻ എന്നാണ്. ഖിയാമൻ അസുലു ഖിവാമനാണ്. അങ്ങനെ അറിയുന്ന എത്ര മാലിമ്യങ്ങൾ ഉണ്ടാവുന്നുണ്ടാവുമല്ലോ. ഇപ്പം പാർട്ടി ഓഫീസിൽ നിന്നാണല്ലോ സർട്ടിഫിക്കറ്റ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയായി. പാർട്ടി ഓഫീസിൽ നിന്ന് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഉള്ളത്, മദ്രസ സർട്ടിഫിക്കറ്റ്. എന്താ ചെയ്യാൻ വേണം കാലഘട്ടത്തിന്റെ പ്രസാദമെന്നല്ലാതെ. ഖിയാമൻ അസുലു ഖിവാമൻ ഖിയാമൻ അസുലുഹു ഖിവാമൻ. അവന് മറിച്ചാക്കി എന്നതാണ്. കാമ കവമ കാമ കാമ അക്കാമ സുലു അക്വമ എന്നതാണ്. മനസ്സിലായോ? അതൊക്കെയാണ് അതിന്റെ വർത്തമാനങ്ങൾ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നത് നല്ലതാണ്. അതേ പ്രകാരം തന്നെ ഇസ്തിഖാമത്തൻ അസ്ലു ഇസ്തിഖാമൻ. അവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ല. ഇസ്തിഖാമത്തൻ ഇസ്തിഖ്വാമൻ ഇസ്തിഖ്വാമൻ. വാവിന്റെ അർക്കത്തിന് അക്കൽ മാക്കബലായ കാഫിന് കൊടുക്കും. വാവും അലിഫിനൂൻ ഇൽത്തിഖാസ് അവനെ കളഞ്ഞെന്നെടുക്കാൻ എന്ത് ചെയ്യും? കളഞ്ഞെന്നറിയിക്കാൻ വേണ്ടിയിട്ട് അവസാനം താനെ കൊണ്ടുവരും. അങ്ങനെയല്ലേ പറഞ്ഞിട്ടൊക്കെ നമ്മൾ പണ്ട്. ഇഖ്താറ, ഈ ഇഖ്താറയും നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ കണക്ക് അഖാറ അഖാറ ഇൻഖാറ ഇൻഖാറ ഇസ്തഖാറ ഇഖ്താറ വഖ്താറ യഖ്താറു ഇഖ്തിയാറൻ. ഖാറ ഖൈർ ഇഫ്താരോജന് ഇഖ്താറ ഇഖ്തയറ ഇഖ്താറു ഇഖ്തയിറു. വാവിനേക്ക് അലിഫിനെയും വാവിനെയും തന്നെ എന്താക്കി ഞാനെ മറിച്ച് അലിഫാക്കി എന്നതാണ്. ഇഖ്തിയാറൻ ഇഖ്തിയാറൻ ഇഖ്തിയാറൊന്നുമില്ല. അവിടെ ഇനി പ്രത്യേകം പറയാനൊന്നുമില്ല. അവിടെ അസുലൊന്നുമില്ല. മനസ്സിലായില്ലേ? അവിടെ ഇനി അസുലൊന്നുമില്ല. ഇവിടെ ഇപ്പൊ അവിടെ പേര് അവിടെ 4 പദത്തിൽ മഹാനായ മുസ്ലിം റഹ്മത്തുള്ളാഹി ഒതുക്കിയെങ്കിലും ആ 4 പദങ്ങളെ നമ്മൾ മീസാനിലേക്ക് കൊണ്ടുപോകണം. അഫല കൊണ്ടുപോകണം, അജാബ കൊണ്ടുപോകണം. അജാബ അജ്വബ അജാബ മാ അജാബ ഉജീബ മാ ഉജീബ യുജാബു ലാ യുജാബു കേട്ടാ ലം യുജിബ് ലം യുജിബ സുലു ലം യുജിബ്. മനസ്സിലായോ? അങ്ങനെ ഇസ്തഖാമയും പോണം. ഇസ്തഖാമ മാ ഇസ്തഖാമ 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 ഇസ്തഖാമു ഇസ്തഖാമത്ത് ഇസ്തഖാമത്ത ഇസ്തഖാമത്ത ഇസ്തഖംന ഇസ്തഖംന ഇസ്തഖംദ ഇസ്തഖംദുമ ഇസ്തഖംദും ഇസ്തഖംദി ഇസ്തഖംദുമ ഇസ്തഖംദുന്ന ഇസ്തഖംദു ഇസ്തഖംന ഇസ്തഫഅല വസ്ന് ഇസ്തഖാമ ഇസ്തഖ്വമ. അപ്പൊ ഇസ്തഖ്വമ എടുക്കണം. ആദ്യം അജാബ എടുത്തിട്ട് അജ്വബ എടുക്കണം. ആദ്യം അജ്വബ അസ്ർ സർവാക്കണം. അജ്വബ അജ്വബ അജ്വബു അജ്വബത്ത് അജ്വബത്ത അജ്വബിന. പിന്നെ അജാബ അജാബ അജാബു അജാബത്ത് അജാബത്ത അജബിന അസ്ലുഹു അജ്വബിന അഫ്അലിന. ഇങ്ങനെയൊക്കെയാണ് സഞ്ചാരം ഓതേണ്ടത്. അങ്ങനെ ഓതിയാലേ അതിനൊരു മട്ടം വരികയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓടലാവും. ഏതായാലും ഉസ്താദന്മാരെ പ്രത്യേകം ശ്രദ്ധിച്ച് ആ മീസാനിൽ കുട്ടികളെ കയറ്റി. ഇപ്പോഴത്തെ കുട്ടികളെ അതിന് കിട്ടൂല, കാരണം കമ്പ്യൂട്ടറും സർവ്വതും ആയിക്കിട്ട് ഇങ്ങനെ. ഏതായാലും പോട്ടെ, പോകുന്നിടത്തോട് ഇങ്ങോട്ട് തെളിക്കുന്നിടത്തോട്ട് പോകുന്നില്ലെങ്കിൽ പോകുന്നിടത്തോട്ട് തെളിക്കാന്നുണ്ടല്ലോ ഉസ്താദന്മാരൊരു മതേബ്. ഏതായാലും നമ്മുടെ വരുന്ന കുട്ടികളുടെ ഭാവി നമ്മളൊന്ന് നോക്കണം. ഒന്നും തിരിയാത്തവരാക്കി കളയരുത്. പ്രത്യേകിച്ച് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അകലുകാരായ ആൾക്കാർ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സലാമത്ത്.